ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്താണ് ഓണത്തിൻ്റെ തിരക്കിലാണോ? നാളെ ഉത്രാടമായി. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പപ്പടവടയും കൂടി ഉണ്ടാക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ പച്ചരി നന്നായി കുതിർത്തി വെച്ചിട്ട് 2 മണിക്കൂർ സോക്ക് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഒരു 5 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് ഈർപ്പൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു 250 ഗ്രാം അരിപ്പൊടിക്കുള്ള പപ്പടവടയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 250 ഗ്രാം അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് കറുത്ത ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് സോൾട്ടുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഒരു ടേബിൾ സ്പൂണ്, ചെറിയ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കറുത്ത എള്ള് എടുത്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി പപ്പടത്തിൽ ഉപ്പുണ്ടായിരിക്കും. നമുക്ക് ഈ ബാറ്ററിലേക്കുള്ള ഒരു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിൽ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കായം. അപ്പോൾ കായത്തിൻ്റെ പൊടിയുള്ളവർ പൊടി ഇട്ട് കൊടുക്കാം. പൊടിക്കൊന്നും ഇപ്പോൾ സ്മെല്ലില്ല, അതുകൊണ്ട് ഞാനൊരു കഷ്ണം കായം ചൂടുവെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പപ്പടവടയ്ക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, പച്ചവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെള്ളമായി പോകാനും പാടില്ല, അതുപോലെ ഒത്തിരി കട്ടിയായിട്ടും പോകാനും പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളമായിട്ടുണ്ട്, അപ്പോൾ ഞാൻ തരിയും കൂടി പൊടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിത് എടുക്കാം. പിന്നെ പച്ചരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കധികം പെട്ടെന്ന് വെള്ളം പിടിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പപ്പടവട ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. പക്ഷേ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലാതെ ഭയങ്കര ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. അതുപോലെ തന്നെ ഈ പപ്പടവടയ്ക്ക് എന്ന് പറയാൻ സ്പെഷ്യലായിട്ട് പപ്പടം വാങ്ങാനായിട്ട് കിട്ടും. നല്ല ഉണക്കിയ പപ്പടമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പപ്പടം ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള പപ്പടം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പടം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പപ്പടവടയ്ക്കായിട്ട് വാങ്ങുന്ന പപ്പടം പൊള്ളക്കില്ല, അത് കറക്റ്റ് പപ്പടവടയായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പപ്പടം അല്ലെങ്കിൽ വാങ്ങുന്ന പപ്പടം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൽ പൊള്ള വരും. അപ്പോൾ നന്നായി ഉണക്കിയെടുത്താൽ പൊള്ളയ്ക്ക് ഒരുവിധമൊക്കെ ഒരു കുറവുണ്ടായിരിക്കും, എന്നാലും പപ്പടവട പൊള്ളച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടവടയും ചെറുതായി പൊള്ളച്ചിട്ടുണ്ട്, എന്നാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ പപ്പടം എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതല്ല, നിങ്ങൾക്ക് പപ്പടവടയുടെ പപ്പടം വാങ്ങാൻ കിട്ടുവെച്ചെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ പപ്പടവും നമുക്ക് വറുത്ത് കോരിയെടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടവട ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഓണം നല്ലപോലെ ആഘോഷിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.